പ്രധാനമന്ത്രി നരേന്ദ്രമോദി 75 വയസ്സ് തികഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന് 75 വയസ്സ് തികയുമ്പോൾ ഒരു രാഷ്ട്രീയ വിരമിക്കൽ ആവശ്യമാണ് എന്നുള്ള ചർച്ച നമ്മുടെ രാജ്യത്തുടനീളം നടക്കുന്നുണ്ട്. പല കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ട്. അദ്ദേഹം പോകേണ്ടത് ചിലരുടെ ആവശ്യം കൂടിയാണെങ്കിൽ പോലും ഈ ഒരു അന്തരീക്ഷത്തിൽ ഈ ഒരു ചർച്ച വളരെ സജീവമായി നടക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം അർണബ് ഗോസ്വാമി അദ്ദേഹത്തിന്റെ ഒരു ഷോയിൽ പറയുന്നുണ്ട് എന്തുകൊണ്ട് മോദി തന്നെ തുടരണം എന്നുള്ളതിന് അക്കമിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ അത് തുടരേണ്ടത് ആവശ്യമാണ് എന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. പക്ഷേ ഇപ്പോൾ നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്നു അദ്ദേഹം തന്നെ തുടരും. അതും 2029 2034 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തുടരുമെന്ന് പറഞ്ഞിരിക്കുന്നു. എന്തായിരിക്കാം ഇത്ര അടിവരയിട്ട് തന്നെ ഈ ഒരു കാര്യം പറയുന്നതിന് പിന്നിൽ എന്തായിരിക്കാം? തുടരും എന്നത് മലയാളികൾക്ക് പ്രിയപ്പെട്ടതായിട്ട് കുറച്ച് നാളുകളായി. നമ്മുടെ പ്രിയപ്പെട്ട സിനിമ അല്ലെങ്കിൽ മോഹൻലാൽ ഒക്കെ നമ്മളുടെ മനസ്സിനകത്ത്, പ്രത്യേകിച്ച് മോഹൻലാലിനിപ്പോൾ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി കൂടുതൽ ശക്തമായിട്ട് നമ്മളുടെ എല്ലാം മനസ്സിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് തുടരും. രാജ്നാഥ് സിംഗ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് മോദി തുടരും. 75 വയസ്സ് എന്ന് പറയുന്നത് ബി ജെ പിക്ക് അകത്തുള്ള ഒരു മാനദണ്ഡമാണ്. ഈ 75 വയസ്സിൻ്റെ കാരണങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ബാർലൈൻ അത് സൂചിപ്പിച്ചുകൊണ്ടാണ് എൽ കെ അദ്വാനിയെയും അതേപോലെ തന്നെ വളരെ പ്രശസ്തരായിട്ടുള്ള മറ്റ് നിരവധി ബി ജെ പി നേതാക്കളെ മത്സരരംഗത്ത് നിന്ന് ബി ജെ പി മാറ്റി നിർത്തിയിരുന്നു. ആ ചരിത്രപാഠം ഉള്ളതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു കുറച്ച് മുമ്പ് മോഹൻ ഭഗവത് RSSൻ്റെ പ്രമുഖനായിട്ടുള്ള നേതാവ് പറഞ്ഞ ഒരു കാര്യം, ആ സർസംഘ് ചാലക്കാണ് അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ മോദി മാറും എന്ന് സൂചന നൽകുന്ന തരത്തിലുള്ള സംഭാഷണം അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ നിന്ന് പുറത്തു വന്നിരുന്നു. പേരൊന്നും അദ്ദേഹം പറഞ്ഞിരുന്നില്ല എങ്കിൽ പോലും. കാരണം അത് പൊതുവെ RSSൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. കാരണം രാഷ്ട്രീയം പുതുക്കപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും പുതുരക്തങ്ങൾ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് കടന്നു വരേണ്ടതൊരാവശ്യമാണ്. ആ ആവശ്യത്തിൻ്റെ ഒരു വെളിച്ചത്തിലായിരുന്നു കുറേ നാളുകൾക്ക് മുമ്പ് 2013 നരേന്ദ്രമോദിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കി കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പ്രചാരണ ചുമതല നൽകുകയും 14 അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മാറിത്തീരുകയും ചെയ്തു. അത് RSSൻ്റെ ഒരു പ്ലാനിങ് ആയിരുന്നു ശരിക്കും പറഞ്ഞു. ആ പ്ലാനിങ് വളരെ വിജയിച്ച ഒന്നാണ് എന്ന് RSS വിലയിരുത്തുന്നുണ്ട്. അങ്ങനെ മോദിയുടെ 3ാം വട്ട ഭരണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ 3ാം ഊഴം എന്ന് പറയുന്നത് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് 75 ആകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പലരും ചോദിച്ചു, 75 ആയ മോദിയെ മാറ്റുമോ? മോദിയെ മാറ്റും, മോദിയെല്ലാം ആരെയും മാറ്റും എന്ന സംഭാഷണം നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നും എല്ലാവരുടെ ഇടയിലും അങ്ങനെയുള്ള ഒരു ചർച്ച നടക്കുന്നത്. അത് പാർട്ടിക്കകത്തുണ്ട്, പാർട്ടിക്ക് പുറത്തുണ്ട്, എതിരാളികളുടെ ഇടയിലുണ്ട്, എല്ലായിടത്തും ഈ ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ ചർച്ചകൾക്ക് ഒരു വിരാമം വേണം എന്ന് എനിക്ക് തോന്നുന്ന പല നേതാക്കളും കരുതുന്നുണ്ടാകാം. കാരണം മോദി മാറിയാൽ പിന്നീട് ആര് പകരം എന്ന ചോദ്യം ഉയർന്നു വരും. അതിനെ ചൂണ്ടിക്കാണിക്കാൻ ഇപ്പോൾ ഒരു പ്രത്യേക മുഖമില്ല. അതൊരു പ്രശ്നമാണ്. RSS അങ്ങനെ പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നതായിട്ട് നമുക്ക് അറിയാനും പാടില്ല. അതുകൊണ്ട് രാജ്നാഥ് സിംഗ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, മോദി തുടരും, ഒരു ആശങ്കയും ആ കാര്യത്തിൽ ആർക്കും വേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 2014 ആരംഭിച്ച ജൈത്രയാത്ര 2029 2034 തുടരും എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോദിയെ ഏൽപ്പിച്ച ചുമതല വളരെ കൃത്യമായിട്ട് മോദി നിർവഹിക്കുന്നുണ്ട്. മാത്രമല്ല, ഇന്ന് ലോക രാഷ്ട്ര നേതാക്കളുടെ ഇടയിൽ ഏറ്റവും പ്രശസ്തനും പ്രഗത്ഭനുമായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാറിയിട്ടുണ്ട്. അത് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിക്കുള്ള അത്രം ബന്ധം ഇന്ന് ലോകരാഷ്ട്രങ്ങളുമായിട്ട് മറ്റ് നേതാക്കൾക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്നതിന് പോലും ബുദ്ധിമുട്ടില്ല എന്ന് രാജ്നാഥ് സിംഗ് പ്രഖ്യാപിക്കുന്നുണ്ട്. പല വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നതിൽ മോദിയുടെ ഒരു സവിശേഷതയും സർഗാത്മകതയും വളരെ വലുത് എന്ന് തന്നെ പാർട്ടി വിശ്വസിക്കുന്നു. ആ വിശ്വാസമാണ് പഹൽഗാം, അല്ലെങ്കിൽ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ആ പ്രശ്നത്തിൽ, പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൻ്റെ തിരിച്ചടി, ആ തിരിച്ചടി ഓപ്പറേഷൻ സിന്ദൂരിലൂടെ നിർവഹിക്കപ്പെടുമ്പോൾ വളരെ ശക്തവും അതേപോലെ തന്നെ ഉറച്ച നിലപാടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രവർത്തനമാണ്. നമുക്കറിയാം, അത് പ്രധാനമന്ത്രി മാത്രം തീരുമാനിക്കുന്ന കാര്യമല്ല എന്നുള്ളത്.
കാരണം ഭരണകൂടം മൊത്തം തീരുമാനിക്കുന്നതാണ്. ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന BJPയും അതേപോലെ RSSും ഒക്കെ ആ തീരുമാനത്തിൻ്റെ പിന്നിൽ അതിശക്തമായി നിലയുറപ്പിച്ചിരുന്നുള്ളതായിരുന്നു നമുക്കറിയാം. എങ്കിലും ഇതിന് നേതൃത്വപരമായിട്ടുള്ള ഒരു 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 സാധ്യതയും നേതൃത്വപരമായിട്ടുള്ളൊരു നിർവഹണ പ്രക്രിയയും നടത്തേണ്ടതുണ്ട്. അത് മോദിയിലൂടെയാണ് നിർവഹിക്കപ്പെടുന്നത്. അതിൽ ഒരിക്കലും മോദിക്ക് വീഴ്ച പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. വീഴ്ച പറ്റുമ്പോഴാണ് ഇയാളെ എന്തിനാണ് ഇനി കൊണ്ടു നടക്കുന്നത് എന്ന ചോദ്യത്തിന് പ്രസക്തി ഉണ്ടാകും. അങ്ങനെ സംഭവിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം തുടരട്ടെ എന്നേ ആർക്കും പറയാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, LK അദ്വാനിക്ക് വീഴ്ച പറ്റിയിട്ടാണോ അദ്ദേഹത്തെ മാറ്റിയത്? അല്ല, LK അദ്വാനിയെ മാറ്റണം എന്ന് RSS അന്ന് തീരുമാനിച്ചു അല്ലേ? അതേപോലെ തന്നെ ജോഷിയെ മാറ്റുന്നത്, മുരളി മനോഹർ ജോഷിയെ മാറ്റുന്നതിനും RSS അങ്ങനെ തീരുമാനിച്ചു കാണും. അങ്ങനെ RSSൽ ഒരു തീരുമാനം വന്നാൽ മോദി മാറും. അങ്ങനെ തീരുമാനം വന്നില്ല എങ്കിൽ മോദി തുടരും. വരില്ല എന്ന വിശ്വാസത്തിൻ്റെ പുറത്താണ് രാജ്നാഥ് സിംഗ് ഇപ്പോൾ ഇത്തരത്തിൽ അടുത്ത 2 തെരഞ്ഞെടുപ്പുകളെയും BJPയെ നയിക്കുന്നത് അല്ലെങ്കിൽ NDA നയിക്കുന്നത് മോദിയായിരിക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതൊരു തുടർക്കഥയുടെ ഒരു ചരിതമായി നമുക്ക് വേണമെങ്കിൽ കാണാം. ആ ഒരു ആത്മവിശ്വാസം, അതായത് ഒരുപക്ഷെ അർണബ് ഗോസ്വാമി പറഞ്ഞത് തന്നെ എടുത്തു നോക്കുക. നമ്മൾ നോട്ട് നിരോധനം കൊണ്ടുവന്നു അദ്ദേഹം. ആരും കാണിക്കാത്തൊരു ചങ്കൂറ്റം തന്നെയാണെന്ന് നമുക്ക് പറയാം. പെട്ടെന്നൊരു ദിവസം രാത്രി വരുന്നു, മൻ കി ബാത്തിലൂടെ അദ്ദേഹം ഇക്കാര്യം പറയുന്നു. ആ നിമിഷം മുതൽ നമുക്ക് നോട്ട് നിരോധനം നടപ്പിലായി കഴിഞ്ഞിരിക്കുന്നു. അതിന് കാരണമായി പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഈ പറഞ്ഞതുപോലെ ഈ ഭീകരവാദ ഫണ്ടിങ്ങിന് വരുന്ന പൈസയും ഇതുമൊക്കെ ഇല്ലാതെയാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ അതിന് മറ്റൊരു തരത്തിലൊരു വീക്ഷണകോണ് കൂടി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ നോട്ട് ഉപയോഗിക്കുന്നില്ല, എല്ലാം GPay വഴിയാണ്. നമുക്ക് UPI വഴിയുള്ള ഇടപാടുകൾ കൂടി കറൻലെസ് ആയി തുടങ്ങി. കറൻസി വേണ്ട എന്നുള്ള ഒരു ലോകത്തേക്ക് നമ്മളെ ആ ഒരു നിരോധനത്തിലൂടെ അദ്ദേഹം കൊണ്ടുചെന്ന് എത്തിച്ചു. അപ്പോൾ ഇതിനെ എതിർക്കുന്നത് P. ചിദംബരം ഉൾപ്പെടെയുള്ളവർ എതിർക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അന്ന് മറുപടി പറഞ്ഞില്ല, പക്ഷേ അത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്തു. അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും പാതി വഴിയിലാണ്. അപ്പോഴും ഞാൻ ചോദിക്കുന്നത്, ഒരു മാറ്റം ആവശ്യമല്ലേ? നമുക്ക് ഒരു പരിധി കഴിഞ്ഞ് ഒരാൾ അവിടെ ഇരിക്കുമ്പോഴും വിഷയമുണ്ടാകില്ലേ? അല്ല, പരിധി കഴിയുമ്പോൾ അവരെ മാറ്റും. മോദിയുടെ പരിധി കഴിഞ്ഞിട്ടുണ്ട് എന്ന് തീരുമാനിക്കുന്ന ആരാണ്? മോദിയല്ല ഇത് തീരുമാനിക്കുന്നത്. ഇതെല്ലാം തീരുമാനിക്കുന്ന RSSആണ്. RSSന് അങ്ങനെ തോന്നിയാൽ മാത്രമാണ് മോദിയെ മാറ്റുകയുള്ളൂ. നോട്ട് നിരോധനത്തിൻ്റെ കാര്യത്തിൽ വിമർശനപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ മോദി വിജയിച്ചു എന്ന് പറയുന്ന അതിനോട് യോജിക്കാൻ എനിക്ക് കഴിയില്ല. കാരണം അതിൻ്റെ അകത്ത് നോട്ട് നിരോധനത്തിന് മുൻപ് എടുക്കേണ്ടതായിട്ടുള്ള പ്രിക്കോഷൻസും ബോധവൽക്കരണവും അതേപോലെ തന്നെ അസൗകര്യം ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളും ഒന്നും പൂർത്തീകരിക്കപ്പെടാത്തതിൻ്റെ ഫലമായി സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഒരുപാട് അതിൻ്റെ അകത്ത് വിഷമിക്കുകയും കഷ്ടപ്പെടുകയും ദുരിതമനുഭവിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ബിസിനസ്സിനെയും മറ്റ് പല കാര്യങ്ങളെയും അത് പ്രതികൂലമായിട്ട് ബാധിക്കുകയും ചെയ്തു. ഒരുപാട് ആളുകൾ ക്യൂ നിന്ന് തളർന്നു വീണതും മറ്റുമൊക്കെ അക്കാലത്തെ പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ സമഗ്രമായിട്ടുള്ള വലിയ ഒരു ആഹ്ലാദകരമായിട്ടുള്ള വിജയമായിട്ട് കൊട്ടിഘോഷിക്കപ്പെടാൻ പറ്റുന്നതല്ല. കാരണം അത് ചിദംബരം എന്നുള്ളതല്ല പ്രശ്നം, ചിദംബരം വിമർശിച്ചില്ല എന്നുള്ളതല്ല പ്രശ്നം. പൊതുവെ അതുണ്ടാക്കിയിരിക്കുന്ന ഇമ്പാക്റ്റിൽ വളരെ മോശമായിട്ടുള്ള ഒരുപാട് ഫലങ്ങളുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ അർണബ് ഗോസ്വാമി പറയുന്ന ഒരു കാര്യം അത് പ്രധാനപ്പെട്ടതാണ്. എന്താണ് ഈ ഡിമോണിറ്റൈസേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്? ഒന്ന്, ഈ പറയുന്നവർ ഭീകരവാദ പ്രവർത്തനത്തിന് വരുന്നതായിട്ടുള്ള ഫണ്ട് അത്തരം നോട്ടുകളിലൂടെ നിർവഹിക്കപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു വിശ്വാസം അതെത്രത്തോളമുണ്ട് എന്ന് പിന്നീട് പരിശോധിക്കപ്പെടുകയോ വിലയിരുത്തപ്പെടുകയോ ചെയ്തിട്ടില്ല എന്ന്. രണ്ടാമത്തെ അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ നമ്മൾ ഡിജിറ്റലൈസ് ചെയ്തു എന്നുള്ളത്, കറൻസി ഇല്ലാതാക്കുക. ആ കാര്യത്തിലാണ് ആ കാര്യം അങ്ങനെയും അല്ലാതെ നിർവഹിക്കാവുന്നതാണ്. അത് പതുക്കെ വന്നു വെച്ചാൽ ആവശ്യമായ സമയം കൊടുത്തത് നിർവഹിച്ചിരുന്നെങ്കിൽ ജനസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. ഡിജിറ്റലൈസ് ആണ്, നമ്മൾ ഡിജിറ്റലൈസ് ആയേ പറ്റും. കാരണം എല്ലാ കാര്യങ്ങളിലും ആധുനികവൽക്കരണം എന്ന് പറയുന്നത് നടക്കും. കറൻസിയുടെ കാര്യത്തിനാണ് കറൻസി ഇല്ലാത്ത ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഒട്ടുമിക്ക തട്ടിപ്പുകളെയും വേണമെങ്കിൽ ഒഴിവാക്കാൻ കഴിയുന്നു. പക്ഷേ എങ്കിലും നമ്മളിപ്പോൾ കള്ളനോട്ട് എന്ന് പറയുന്ന സാധനം, കള്ളനോട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കള്ളപ്പണം എന്ന് പറയും, അത് പക്ഷേ ഒരിക്കലും ഇല്ലാതാകുന്നില്ല എന്നതാണ്. അത് സമൂഹം അങ്ങനെയായി മാറിയാൽ മാത്രമാണ് അത് പരിപൂർണമായിട്ടുള്ള രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ പലതരം
ലുപ്പ് ഹോളുകൾ അതിനുണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കും. പഴയതുപോലെ നടക്കുമെന്ന് വെച്ചാൽ ഇല്ല, അത് ശരിയാണ്. ഈ ഫുള്ളി ഡിജിറ്റലൈസറായി കഴിഞ്ഞാൽ അതിന് വളരെയധികം കുറവ് വരുത്താനായിട്ട് കഴിയും. ആ ഡിജിറ്റലൈസേഷനിലേക്കുള്ള സഞ്ചാരത്തിന് അത് സഹായിച്ചു എന്ന് വെച്ചാൽ സഹായിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.